ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ സെൻറ്റൻസ് എന്താണെന്നും സെൻറ്റൻസിന് സ്ട്രക്ചർ ഏതൊക്കെയാണെന്നും ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സബ്ജക്റ്റ്. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രെഡിക്കേറ്റ് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സെൻറ്റൻസിൽ പറയുന്ന പാർട്ടിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഈ സെൻറ്റൻസുകളിൽ ഹിസ് സിസ്റ്റർ, ദ ഫ്ലൈറ്റ്, ദിസ്, ദ യങ് ലേഡി, ദ ടെമ്പറേച്ചർ, ഇതൊക്കെ സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസിലെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റുമാണ്. അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഒരു വേർബിൻ്റെ ആക്ഷൻ സ്വീകരിച്ചിട്ടുള്ള വസ്തുവിനെയോ പേഴ്സണിനെയോ ആണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് വേർബിൻ്റെ ശേഷമായിട്ടാവും നമുക്ക് സെൻറ്റൻസിൽ കാണാൻ കഴിയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. സോഹൻ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. സോഹൻ കഴിച്ചു. എന്ത് എന്നതിനുള്ള ആൻസർ ആയിങ്ങാണ്ടാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റായ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ നൈന റെഡ് ദ ബുക്ക്. നൈന വായിച്ചു. എന്ത്? ദ ബുക്ക്. അടുത്തതിൽ ഹീ റിപ്പയർഡ് ഹിസ് മൊബൈൽ. ഹീ റിപ്പയർഡ്, അവൻ റിപ്പയർഡ് ചെയ്തു. എന്ത്? ഹിസ് മൊബൈൽ. അതുപോലെ ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ട്. എ ബുക്ക്, ഒരു ബുക്ക്. ഇതിലൊക്കെ വാട്ട് എന്നതിനുള്ള ആൻസർ ആയിങ്ങാണ്ടാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഒരു വസ്തുവിനെയോ പേഴ്സണെയോ അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയെയോ ആണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഒരു റിസീവറാണ്. അതുപോലെ വേർബിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഹോം എന്നതിനുള്ള ആൻസർ തന്നിട്ടാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ മുൻപായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഷീ മെയ്ഡ് റവ ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ റവ ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒബ്ജക്റ്റായി വരുന്നത്. ഇത് എന്ത് എന്നതിനുള്ള ക്വസ്റ്റ്യൻ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ റവ ദോശ എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അതുപോലെ ദീപക് ഈസ് സെൻഡിങ് ഹിസ് വൈഫ് ആൻ ഇമെയിൽ റൈറ്റ് നൗ. ദീപക് സെൻഡ് ചെയ്തു ഒരു വൈഫിന് ഇമെയിൽ എന്നുള്ളതാണ്. ഇതിൽ ഹിസ് വൈഫ് എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതുപോലെ മറ്റുള്ളവയിലും അതുപോലെ തന്നെ ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ മുൻപായിട്ട് വരുന്ന ഒബ്ജക്റ്റാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് ദി പ്രിപ്പോസിഷൻ ആണ്. ഇതൊരു നൗണോ പ്രോനൗണോ ആയിരിക്കാം, പക്ഷേ ഇതൊരു മീനിങ് സെൻറ്റൻസിന് വേണ്ടി നൽകുന്നുണ്ടാകും. ഒരു പ്രപ്പോസിന് ശേഷം വരുന്ന നൗണിനെയാണ് ഒബ്ജക്റ്റ് ഓഫ് ദി പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദ ക്യാറ്റ് ഈസ് ലുക്കിംഗ് അറ്റ് ദ മൗസ്. ഇതിൽ ദ മൗസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ഓഫ് ദി പ്രിപ്പോസിഷൻ. ഇത് അറ്റ് എന്ന പ്രപ്പോസിഷൻ്റെ ശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ അടുത്തത് ദേ ആർ ഗോയിങ് ടു ഊട്ടി. ഇതിൽ ഊട്ടി എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ഓഫ് ദി പ്രിപ്പോസിഷൻ. അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്ന വേർബാണ്. ഇതൊരു ആക്ഷനെ അല്ലെങ്കിൽ സംഭവത്തിനെ വിവരിക്കുന്ന ഒരു വേർഡാണ്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ജോൺ റാൻ എ മൈൽ. ഈ സെൻറ്റൻസിൽ റാൻ എന്നുള്ളതാണ് വേർബായി വരുന്നത്. അടുത്തതിൽ ഈസ്, അതൊരു ഓക്സിലറി വേർബാണ്. അടുത്തത് നോ. ഇതൊക്കെയാണ് വേർബിന് ഉദാഹരണങ്ങൾ. അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്രേസസ് ആണ്. ഫ്രേസസ് ആണ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ബട്ട് കംപ്ലീറ്റ് സെൻസ് നമുക്കത് നൽകുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ പാർട്ടാണ് സ്പീച്ചിൻ്റെ. അതുപോലെ ഇതൊരു സബ്ജക്റ്റോ അതുപോലെ പ്രെഡിക്കേറ്റോ അത് രണ്ടോ ഒന്നും ആവില്ല. അത്തരം ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയും ഫ്രേസസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹീ ഗേവ് ദ ജോബ് ടു ഹെർ. ഇതിൽ ജോബ് ടു ഹെർ എന്നുള്ളതാണ് ഫ്രേസസ്. അടുത്തത് ഐ ഹാവ് റെഡ് എ ബുക്ക്. ഇതിൽ റെഡ് എ ബുക്ക്. അതുപോലെ അടുത്തത് ഐ വാസ് റീഡിങ് എ ബുക്ക്. ഇതിൽ റീഡിങ് എ ബുക്ക്. ഇതൊക്കെയാണ് ഫ്രേസസ്. അത് കംപ്ലീറ്റ് മീനിങ് നമുക്ക് നൽകുന്നുണ്ടാവില്ല. ഇനി അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ്സ് ആണ്. ഇതൊരു വേർഡാകാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആവാം, പക്ഷേ ഇത് കംപ്ലീറ്റ് മീനിങ് നൽകുന്നുണ്ട്. സബ്ജക്റ്റിനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനോ അല്ലെങ്കിൽ വേർബിനോ കംപ്ലീറ്റ് മീനിങ് നൽകുന്ന വേർഡിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. മിസ്റ്റർ അനൂപ് ജലൂറ്റ ഈസ് ബാജൻ സിംഗർ. ഇതിൽ അനൂപ് ജലൂറ്റ എന്നുള്ള സബ്ജക്റ്റിനെ വിവരിക്കുന്നതാണ് ബാജൻ സിംഗർ. അപ്പോൾ ഇതിൽ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബാജൻ സിംഗറാണ്. അടുത്തത് വാട്ട് ഈസ് എലക്റ്റഡ് ഹെർ മെമ്പർ ഓഫ് ദ പാർലമെൻറ്റ്. ഇതിൽ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ് ഹെർ എന്നുള്ളതിനെ വിവരിക്കുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നാണ്.